ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തമ്പിനേൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണുമല്ലേ, തക്കാളി കറി വെക്കാൻ ആർക്കും അറിയാൻ പാടില്ലാത്തതെന്ന്. എന്നാൽ ഒത്തിരി പേരുണ്ട് കേട്ടോ തക്കാളി കറി വെക്കാൻ അറിയാൻ പാടില്ലാത്തവർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തക്കാളി വരട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ആ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടം കറി നമുക്ക് വേണ്ട, ഇന്ത്യയിലും ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചുണ്ടാക്കുന്ന തക്കാളിക്കറിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മളെല്ലാവർക്കും തന്നെ തക്കാളിക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ കൂടുതൽ ആളുകളും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തക്കാളിക്കയും പച്ചമുളകും സവോളയും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അതിലും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് തക്കാളിക്കയും പച്ചമുളകൊക്കെ ആ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. അതായത് എണ്ണ ഒഴിച്ചിട്ട് തക്കാളിക്കയും പച്ചമുളകും സവോളയും അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക. എക്സ്ട്രാ വെള്ളം ചേർക്കാതെ ചെറുതീയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ അരച്ച് ചേർത്തിട്ട് കടുകും പൊട്ടിച്ച് ചേർത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി നമുക്ക് റെഡിയാകും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വകയായിട്ടൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 5 ചെറിയ തക്കാളിക്കാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. പിന്നെ 2 പച്ചമുളക്, ഒരു സവോളയുടെ പകുതി. സവോള പകുതി മതി, ഒത്തിരിയായി മധുരം കൂടും. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുട്ടിച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളിക്കയിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. തക്കാളിക്കയിൽ തന്നെയുള്ള വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറു തീയിൽ അടച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് വേകുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള തക്കാളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ കിട്ടത്തുള്ളൂ. നാട്ടിലാണെങ്കിൽ 1 മുറി തേങ്ങ മതിയായിരിക്കും. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കുകയാണ്. അതിന് ശേഷമാണ് ഇന്ന് അരച്ചെടുക്കുന്നത്. സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അല്ലെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളിക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ലതുപോലെ വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാവുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. തിളയ്ക്കരുത്. തിളച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. നമ്മൾ താളിച്ചെടുത്ത കടുകും കറിവേപ്പിലയും മുളകൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ഇനി ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ.
നമ്മൾ തക്കാളി അരിയുമ്പോൾ ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക. ശരിക്കും ഫേസിൽ നന്നായിട്ട് ഇത് ഉരച്ച് സ്ക്രബ് ചെയ്യുക. ഇത് നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. നമുക്ക് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ അടുപ്പിച്ചൊരു 5 ദിവസം നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്താൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഉണ്ടാവത്തില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.